ആളെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത്രയും നാളും സുജിത് ഭക്തനെയും പുള്ളിക്കാരന്റെ വൈഫിനെയും പറ്റി വളരെയധികം മോശമായ രീതിയിലുള്ള കമന്റ് ഇടുകയും അതുപോലെ തന്നെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് പല പല ഇമെയിൽ ഐ ഡിയിൽ കൂടി അവർ സഞ്ചരിക്കുന്ന എല്ലാവിധ മേഖലയിലും പോയി അവർക്കറിയാവുന്ന ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്ത് വരെയും അവരെക്കുറിച്ച് വളരെയധികം മോശമായ രീതിയിൽ നിരന്തരം പുറകെ നടന്ന് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കിട്ടി. കഴിഞ്ഞ 2-3 ദിവസത്തിന് മുന്നേ അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം കോൺഫിഡൻസോട് കൂടിയാണ് അവർ വീഡിയോ ചെയ്യുന്നത്. നിന്നെ പിടിച്ചിരിക്കും എന്നുള്ളത്. അവരെന്തായാലും വലയിൽ പുള്ളിക്കാരൻ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു. അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ ഇതിനകത്ത് കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നടന്നു. ശരിക്കും ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പോകാനായിട്ടുള്ള മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആക്ച്വലി ഫൗണ്ട് എ പേഴ്സൺ. ആരാന്ന് ഞങ്ങൾ പറയില്ല ഇപ്പോൾ, കാരണം അതിനകത്ത് 99% നമ്മൾ കൺഫേംഡ് ആണ്. കൺഫേംഡ് ആക്ച്വലി 100% കൺഫേംഡ് ആണ്. പക്ഷേ ഇത് പറയാനായിട്ട് നമുക്കൊരു പരിമിതി മാത്രമല്ല, ലൈക്ക് ദർ ഇസ് സംതിങ്, അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളിത് പറയും, ഇതിനെ റിവീൽ ചെയ്യും. ഇവനാണ് ആളെ, പെണ്ണല്ല ഇവനാണ്. ഇവനെ നമ്മൾ റിവീൽ ചെയ്ത് അവനെ ഈ പറഞ്ഞ പോലെ ലോകത്തിന്റെ മുമ്പിൽ എന്നെ കൊണ്ടാവുന്ന എന്തൊക്കെ എനിക്ക് അവനെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. നിങ്ങളെ കാണിച്ചിരിക്കും. ലീഗൽ സൈഡ് അവനെ പൂട്ടിയിരിക്കും. ഇവൻ ഇന്ത്യയിലല്ല, അതാണ് ഇവന്റെ ഏറ്റവും വലിയ അഹങ്കാരം. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ അവൻ വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ്. ഈ കൊച്ചു കുഞ്ഞിനെ വരെ തെറി വിളിക്കാൻ നീ എന്താ വാടാ ചെയ്തത്? ഞങ്ങൾ നിന്നോട് എന്താ വാടാ ചെയ്തത്? നിനക്ക് മനസ്സിനോട് തോന്നുന്നുണ്ടോടാ? നിനക്ക് നീ ഒരു മനുഷ്യനാണോടാ? എന്തായാലും ജെൻഡർ ഒക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരാണാണ്. അത് നമ്മൾ ഇതിനു മുന്നേ ഊഹിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്തായാലും അയാളുടെ വർത്താനത്തിൽ നിന്ന്, ഇമെയിലിൽ നിന്നും അതുപോലെ തന്നെ അയാളുടെ കമന്റുകളിൽ നിന്നും എന്തായാലും ഇതൊരാണായിരിക്കും. ഇത്രയും മോശമായ രീതിയിൽ, അല്ലെങ്കിൽ ഇത്ര ഒരു സ്ത്രീയെ ഇത്ര രീതിയിൽ ബോഡി ഷേമിങ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ വേറൊരു സ്ത്രീക്ക് എന്നുള്ളൊരു മൈൻഡും ഉണ്ട്. നമ്മൾ വിചാരിച്ചൊരു കാര്യമാണ് ഒരാണാണ് എന്നുള്ളത്. എന്തായാലും അത് പോട്ടെ, ഇയാള് ഇവിടെ അല്ല. അതാണ് ഏറ്റവും വലിയ ധൈര്യം. ഓരോ ദിവസവും ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ പുള്ളിക്കാരൻ കളിയാക്കിക്കൊണ്ടും പുച്ഛിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അതങ്ങനെയാണ് ചില ആൾക്കാർ. ഇവിടെ നിന്ന് അങ്ങ് വെളിനാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ഇന്ത്യയിലെ ഓരോ നിയമത്തിനെയും കുറ്റപ്പെടുത്തുന്ന ചില ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഏതെങ്കിലുമൊക്കെ പൊനത്തി പോയിരുന്നിട്ട് ഒരു തലയും വാലും ഇല്ലാത്ത രീതിയിൽ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ കമന്റ് ഇടുന്ന ആൾക്കാരും ഒന്നൊന്നുമല്ല, പല ആൾക്കാരും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഇതൊന്നും ഒന്നൊന്നുമല്ല, ഒരുപാട് ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഇത് കാണപ്പെടുന്നത് ഫാമിലി വ്ളോഗേഴ്സിന്റെ കമന്റ്സിന്റെ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കമന്റ് സെക്ഷൻ മൊത്തം ഇതുപോലെ തലയും വാലും ഇല്ലാത്ത കുറച്ച് ആൾക്കാരായിരിക്കും കമന്റ് ഇടുന്നത്. എന്തായാലും സുജിത് ഭക്തനും വൈഫും കൂടെ ഇയാളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ടും അതേപോലെ അവർ സംസാരിക്കുന്ന കാര്യങ്ങളും ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം, അത് കാണാം. രാത്രിയിൽ ഇങ്ങനെ ഫോൺ വിളിച്ചപ്പോൾ വോയിസ് മെയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സുജിത് ഭക്തനാണ്, എനിക്ക് ഇതിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ആള് വാട്സപ്പിൽ തിരിച്ച് വിളിച്ചു. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ അവൻ ചോദിക്കുന്നു വാട്ട് ഈസ് ദിസ് അബൌട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് അബൌട്ട് ആൻ ഓൺലൈൻ അസോൾട്ട് എന്ന് മാത്രം പറഞ്ഞു. ഇറ്റ്സ് അബൌട്ട് ആൻ ഓൺലൈൻ അസോൾട്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആ മൊമെന്റിൽ അവൻ എന്നോട് പറയാണ് 100% യു ഗോട്ട് എ റോങ് പേഴ്സൺ. അതായത് ഇത് ഞാനല്ല എന്ന്. അതായത് ഇറ്റ്സ് അബൌട്ട്, ഒരാളെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് സംസാരിക്കണം, ഇറ്റ്സ് അബൌട്ട് ആൻ ഓൺലൈൻ അസോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും അതെന്തായിരിക്കും എന്ന് അവൻ എങ്ങനെ ഗസ് ചെയ്യുന്നു? അവൻ എങ്ങനെ പറയാൻ പറ്റും അത് ഞാനല്ല എന്നത്? നീയാണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ അവൻ എന്നെ അറിയാം 100%. അത് അവനാണ് ചെയ്തതെന്ന് അവൻ അറിയാം. എന്നിട്ടാണ് അവൻ ഉരുണ്ട് കളിക്കുന്നത്. എന്നിട്ട് നമുക്കിത് സംസാരിച്ച് ക്ലിയർ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും മണ്ടൻ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലും വലിയ ക്ലൂ സ്വപ്നങ്ങൾ മാത്രം എന്ന് പറയുന്ന പോലാണ്. ഒരു ബോധവും ഇല്ലാതെ പിടിക്കപ്പെടത്തില്ല എന്ന് വിശ്വസിച്ച് എവിടോ ഇരുന്ന് മെസ്സേജ് അയച്ച അല്ലെങ്കിൽ ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് അതുപോലെ കമന്റ് ഇട്ട മനുഷ്യൻ
മനുഷ്യനൊന്നും വിളിക്കാൻ കൊള്ളത്തില്ല. കാരണം ആ കമന്റ്സ് ഒക്കെ ഒന്ന് വായിക്കേണ്ടതായിരുന്നു. എന്തായാലും ഇതിന്റെ അടിയിൽ ഇവൻ എവിടായാലും ഇവനെ പൊക്കണം എന്ന് പറഞ്ഞ് 100ഓളം കമന്റ് ആണ് വരുന്നത്. കമന്റ് എന്ന് പറഞ്ഞാൽ ഇവൻ ഇനി ഏത് വലിയടുത്താണെങ്കിലും നമുക്ക് അവിടെ പോയി പൊക്കാം, ഇവന്റെ ഫേസ് റിവീൽ ചെയ്യണം, ഇവനെ കാണിക്കണം, ഇവനെ നിയമത്തിന് മുന്നേ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ 1-2 ഇവിടെ കൊടുത്തേക്കാം. എന്തായാലും ആശാൻ ഡയറക്ട്ലി തന്നെ പിടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇയാള് ഏത് ഭാഗത്തുള്ള ആളാന്ന് വരെ സുജിത് ഭക്തനും വൈഫും കൂടെ കണ്ടുപിടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കത്തില്ല എന്ന് പറയുന്ന പോലെ ഇവന്റെ തന്തയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവന്റെ തന്തയും അവിടെ പൊനത്തി തന്നെ ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഒത്തുകളിയാണെന്നാണ് സുജിത് ഭക്തനും വൈഫും ഇപ്പൊ പറയുന്നത്. അത് നമുക്ക് അവരുടെ വർത്താനം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. എന്തായാലും അവരുടെ കുറച്ച് വോയിസ് ക്ലിപ്പും കൂടെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഫാദറാണോ? ഫാദറിന്റെ പേരെന്താ സാറേ? ഫാദറാണ് കേട്ടോ. ഫാദർ, വെരി ഗുഡ്. ഓക്കെ, അതെന്നെ മനസ്സിലായത് അപ്പനാണെന്ന്. ഓ, അത് ശരി. ഞാൻ ഐ എം ടോക്കിംഗ് ടു യുവർ സൺ പീസ്ഫുള്ളി and I'm trying to sort it out and I didn't call you. ഓഹോ, കണ്ടോ, നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ല. ഇപ്പൊ എല്ലാം മനസ്സിലായി സാറേ, കുഴപ്പമില്ല. സോ നമുക്ക് we will see you. അപ്പൊ അച്ഛനാണല്ലോ ഇതിന്റെ പരിപാടികളെല്ലാം. എന്തായാലും തന്തയും കൊള്ളാം, മോനും കൊള്ളാം. തന്ത എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ് എന്നുള്ളതാണ് തന്തയുടെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും തന്തയേക്കാൾ മോശം എന്ന് പറയുന്ന പോലെ ചെറുക്കനും കൊള്ളാം, തന്തയും കൊള്ളാം. തന്തയ്ക്ക് ഇത് എന്തോ വലിയ ബിസിയാണെന്നാണ് തന്ത അവകാശപ്പെടുന്നത്. ഇവരങ്ങ് പോയി കഴിഞ്ഞാൽ, എവിടെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷേ തുപ്പുന്നത് മാത്രമല്ല പല കാര്യങ്ങളും പിന്നെ ഇംഗ്ലീഷിലേ ആവത്തുള്ളൂ. എന്തായാലും ഇവൻ പേടിച്ച് മൂത്രം ഒഴിച്ച് അവന്റെ കമന്റ് കഴിഞ്ഞ ദിവസത്തെ വായിച്ചതാ. എന്തോ വൃത്തികെട്ട രീതിയിലുള്ള കമന്റാണ് അവർ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് വരെ അവരുടെ ആ കമന്റ് സെക്ഷനിൽ വന്ന് അവൻ ഇട്ടെന്നറിയാവോ. എന്നിട്ട് ഇപ്പൊ അവൻ കടുകട്ടി ഇംഗ്ലീഷൊക്കെ ഇട്ട് അങ്ങോട്ട് മെഴുകുവാണ്. എന്ന് വെച്ചാൽ പിടി കിട്ടി എന്ന് 100% അവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഇവന്റെ ഫേസ് റിവീൽ ചെയ്യാൻ ഉള്ള പരിപാടി സുജിത് ഭക്തനും ഭാര്യയും കൂടെ നോക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. എന്തായാലും അവന്റെ ഫേസ് വന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എന്തായാലും സംസാരിക്കണമല്ലോ, കാരണം ഒരു മനുഷ്യനെ ദ്രോഹിക്കുന്നതിനും ഉപദ്രവിക്കുന്നതിനും തെറി പറയുന്നതിനും വഴക്ക് പറയുന്നതിനും ഒരു പരിധിയുണ്ട്. ഇത് ഒരു തെറ്റും ചെയ്യാതെ അവർ യാതൊരുവിധ ബുദ്ധിമുട്ടും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വീഡിയോ ഇടുന്നു, അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈല് ജീവിക്കുന്നു. ഇത് ഏതോ ഒരുത്തൻ ഏതോ ഒരു പൊനത്തിലിരുന്നു കൊണ്ട് അവനത് ഇഷ്ടമല്ല എന്നുള്ള ലെവലില് ഇവരെ കളിയാക്കുകയും അവരെ ബുദ്ധിമോശം പറയുകയും ഇവരെ മാനസികമായി തകർക്കുകയും ഇവരുടെ പുറകിൽ നടക്കുകയും ചെയ്യുകയാണെങ്കിൽ അവന് അർഹിക്കുന്ന നല്ലൊരു ശിക്ഷ തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം.